കുവൈത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ പെട്രോളിയം ഗവേഷണ കേന്ദ്രം തുടങ്ങുമെന്ന് എണ്ണമന്ത്രി മുസ്തഫ അൽ ഷിമാലി. എണ്ണമേഖലയിലെ ഗവേഷണത്തിനും പഠനങ്ങൾക്കുമായി ആരംഭിക്കുന്ന കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷൻ ആയിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബർ അൽ മുബാറക് അൽ സബാഹിന്റെ രക്ഷാകർതൃത്വത്തിൽ നടന്ന പ്രഥമ കുവൈത്ത് ഓയിൽ ആൻഡ് ഗ്യാസ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുവൈത്ത് എണ്ണമന്ത്രി. ലോക എണ്ണ വിപണിയിൽ നടക്കുന്ന ചലനങ്ങൾ ചർച്ച ചെയ്യാനും സാമ്പത്തിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ എണ്ണവിലയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനും ലക്ഷ്യമിട്ടാണ് സർക്കാർ മുൻകൈയെടുത്ത് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നതെന്ന് അൽ ഷിമാലി പറഞ്ഞു. മാനുഷിക വികസനത്തിനും കൂടുതൽ തൊഴിലവസരങ്ങൾ തുറന്നെടുക്കുന്നതിനും എണ്ണയെ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തുക എന്നതാണ് കുവൈത്തിന്റെ നയമെന്ന് പറഞ്ഞ മന്ത്രി 2020 ആകുമ്പോഴേക്ക് കുവൈത്തിന്റെ എണ്ണ ഉൽപാദനം പ്രതിദിനം 40 ലക്ഷം ബാരലായി വർദ്ധിപ്പിക്കുമെന്നും കൂട്ടിച്ചേർത്തു. കോൺഫറൻസിനോടനുബന്ധിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഉപകരണങ്ങളുടെയും അന്താരാഷ്ട്ര പ്രദർശനവും ഒരുക്കിയിരുന്നു. സൊസൈറ്റി ഓഫ് പെട്രോളിയം എഞ്ചിനീയേഴ്സിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മീഡിയ വൺ കുവൈറ്റ് സിറ്റി. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ പുതിയ ഫ്ലോട്ടിംഗ് സുരക്ഷാ നൌകകൾ പ്രവർത്തനം ആരംഭിച്ചു. പൊതുസുരക്ഷാ വകുപ്പ് മേധാവി മേജർ ജനറൽ സഅദ് ബിൻ ജാസിം അൽ ഖുലൈഫിയാണ് നൌകയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. തീരദേശ സുരക്ഷ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഫ്ലോട്ടിംഗ് നൌകകൾ നിർമ്മിച്ചത്. 2 ഫ്ലോട്ടിംഗ് നൌകകളാണ് ഖത്തർ കോസ്റ്റ് ഗാർഡിന്റെ സുരക്ഷാ പ്രവർത്തനത്തിനായി കഴിഞ്ഞ ദിവസം രംഗത്തിറക്കിയത്. 33 മീറ്റർ വീതിയും 11 മീറ്റർ ഉയരവുമുള്ള ഈ നൌകകൾ പുറംകടലിൽ വിവിധ നിരീക്ഷണങ്ങൾക്കാണ് ഉപയോഗിക്കുക. കടലിൽ ദിവസങ്ങളോളം ചെലവഴിക്കാനാവശ്യമായ മുഴുവൻ സജ്ജീകരണങ്ങളും ഫ്ലോട്ടിംഗ് നൌകകളിൽ ഒരുക്കിയിട്ടുണ്ട്. ദോഹയിലേക്ക് കടക്കുകയും ദോഹയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്ന കപ്പലുകളുടെ വിവരങ്ങൾ ശേഖരിക്കുക, സുരക്ഷാ പ്രവർത്തനത്തിൽ ആവശ്യമായ സഹായങ്ങൾ നൽകുക, കടൽ മാർഗമുള്ള കള്ളക്കടത്ത് തടയുക തുടങ്ങിയവയാണ് ഫ്ലോട്ടിംഗ് നൌകകളുടെ പ്രവർത്തനങ്ങൾ. ഗാർഡുകൾക്ക് ആവശ്യമായ മുറികൾ, ജിംനേഷ്യം, റെസ്റ്റോറന്റ്, ഓഫീസ്, നമസ്കാര സ്ഥലം തുടങ്ങിയ സൗകര്യങ്ങൾ ഫ്ലോട്ടിംഗ് നൌകകളുടെ പ്രത്യേകതയാണ്. ഉദ്ഘാടന ശേഷം പൊതുസുരക്ഷാ വകുപ്പ് മേധാവി നൌക സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിവിധ വകുപ്പ് തലവന്മാർ, ഖത്തർ സായുധ സേന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. റമീസ് ചാത്യാറ, മീഡിയ വൺ, ദോഹ. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഖത്തറിലെ കോർണിഷ് റോഡ് ഈ മാസം 15-ന് പൂർണ്ണമായും ഗതാഗത സജ്ജമാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. റൗണ്ട് ബോട്ടുകൾ സിഗ്നലുകളാക്കുന്ന പണി അടുത്ത മാസം അവസാനം വരെ നീളും. റോഡ് പണി നടക്കുന്നതിനാൽ മണിക്കൂറുകളോളം നീളുന്ന ട്രാഫിക് പ്രശ്നം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ QFAയുമായി സഹകരിച്ച് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ലീഗ് സംഘടിപ്പിക്കുന്നു. ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സഊദ് അൽ മുഹമ്മദിയും ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഖാലിദ് അൽ ഖഞ്ചിയും ഇതുമായി ബന്ധപ്പെട്ട പരസ്പര ധാരണാപത്രം ഒപ്പുവച്ചു. ഖത്തറിലെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും നിന്നുമായി 12 ടീമാണ് ലീഗിൽ മത്സരിക്കുക. ഫുട്ബോളിന്റെ ആവേശം യുവാക്കളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് സഊദ് അൽ മുഹന്നദി വ്യക്തമാക്കി. യമൻ സ്വദേശിയായ 17-കാരനെ 3 മാസമായി കാണാനില്ല. ദമാം അബ്ദുള്ള ഫുആദ് ഏരിയയിൽ താമസിക്കുന്ന മുഹസിൻ മുബാറക്കിന്റെ മകൻ സ്വാലിഹിനെയാണ് കഴിഞ്ഞ ആഗസ്റ്റ് 9 മുതൽ കാണാതായത്. സ്വാലിഹിന് 10% കാഴ്ച മാത്രമേ ഉള്ളൂ. സ്വാലിഹിന്റെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള പോസ്റ്ററുകൾ ദമാമിലും പരിസരങ്ങളിലും പതിച്ചിട്ടുണ്ട്. ഒമാനിലെ ബർക്കയിൽ രാജ്യത്തെ ഏറ്റവും വലിയ വാട്ടർ തീം പാർക്ക് നിർമ്മിക്കാൻ കരാറായി. മജാറത്ത് ഒമാൻ എന്ന പേരിൽ 40 ദശലക്ഷം റിയാൽ ചെലവിട്ടാണ് വിനോദകേന്ദ്രം ഒരുങ്ങുന്നത്. ബർക്കയിലെ സവാദി ബീച്ചിൽ 25,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് വാട്ടർ തീം പാർക്ക് നിർമ്മിക്കുന്നത്. ഇതിനായി സയ്യിദ് ഫാത്തിഖ് ബിൻ ഫഹർ അൽ സയ്യിദ് ഗ്രൂപ്പും അറേബ്യൻ മലേഷ്യൻ ഡെവലപ്മെന്റ് കമ്പനിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. സ്ട്രേഞ്ച് വേൾഡ്, എക്സൈറ്റ്മെന്റ് വേൾഡ്, സ്പേസ് സ്റ്റേഷൻ, നെപ്റ്റൻ വാട്ടർ പാർക്ക് എന്നിങ്ങനെ 4 ഭാഗമാണ് തീം പാർക്കിനുള്ളത്. ആദ്യ ഭാഗം 2016 ജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. സിനിമാ തിയേറ്റർ, റെസ്റ്റോറൻറ്റ് എന്നിവയ്ക്ക് പുറമെ വികലാംഗർക്ക് ആസ്വദിക്കാവുന്ന റൈഡുകളും ഇവിടെയുണ്ടാകും. 300 പേർക്ക് പ്രത്യക്ഷത്തിൽ തൊഴിൽ നൽകുന്ന പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ സാൻഡേഴ്സൺ കമ്പനിയാണ്. മീഡിയ വൺ, മസ്കത്ത്. റാസൽ ഖൈമ എമിറേറ്റിൽ വിനോദത്തിനായി കടൽ തീരത്തിറങ്ങിയ സ്കൂൾ വിദ്യാർത്ഥിയും രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട സ്വദേശി യുവാവും മുങ്ങിമരിച്ചു. ബുധനാഴ്ച റാസൽ ഖൈമ ബിൻ മാജിദ് ബീച്ചിലായിരുന്നു സംഭവം. 11-നും 13-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥി സംഘമാണ് സംഭവ ദിവസം ബീച്ചിലെത്തിയത്. ഫിലിപ്പീൻസിൽ നിന്നുള്ള 7-ഉം ശ്രീലങ്കയിൽ നിന്നുള്ള 1 വിദ്യാർത്ഥിയുമാണ് സംഘത്തിലെ അംഗങ്ങൾ. കടൽ തീരത്ത് നിന്ന് നിലവിളികൾ കേട്ട രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ 20-കാരനായ തദ്ദേശീയൻ മുങ്ങി മരിക്കുകയായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ തെരച്ചിൽ പുനരാരംഭിച്ചതിനെ തുടർന്ന് കാണാതായ റഫായിൽ ക്രിസ്റ്റിയർ എന്ന ഫിലിപ്പീൻ ബാലനെ ചേതനേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു.
റാസൽ ഖൈമ എമിറേറ്റിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 35 ഏഷ്യൻ വംശജർക്ക് സാരമായ പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു. 35 തൊഴിലാളികളുമായി ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്ന നിർമ്മാണ കമ്പനിയുടെ ബസിന്റെ നിയന്ത്രണം വിട്ടാണ് അപകടത്തിന് ഇടയാക്കിയത്. ഖുസാമിൽ വെച്ച് ബ്രേക്ക് ലഭിക്കാത്തതിനെ തുടർന്ന് അടുത്തുള്ള വീടിന്റെ ചുറ്റുമതിലിൽ വാഹനം ഇടിച്ചു നിർത്തുകയായിരുന്നുവെന്ന് ട്രാഫിക് പെട്രോൾസ് ഡയറക്ടർ ജനറൽ കേണൽ അലി സഊദുൽ ഹക്കീം പറഞ്ഞു. റാസൽ ഖൈമ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി റാക്ക് NSSന്റെ ആഭിമുഖ്യത്തിൽ നാളെ സംഗീതോത്സവം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകുന്നേരം 7-ന് റാക്ക് സ്കോളേഴ്സ് ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഗീത കച്ചേരി നടക്കും. സംഗീതജ്ഞൻ കലാരത്നം KG ജയൻ നയിക്കുന്ന പക്കമേളത്തിൽ നിരവധി ഗായകർ അണിനിരക്കും. പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് ജനറൽ സെക്രട്ടറി വിജയ് നായർ പറഞ്ഞു. അബുദാബി കേരള സോഷ്യൽ സെന്റർ കായിക വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 11-ന് ഇൻഡോർ സ്പോർട്സ് നടത്തുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും കുടുംബങ്ങൾക്കുമായി വിവിധയിനം മത്സരങ്ങൾ ഉണ്ടായിരിക്കും. ന്യൂസ് റൂം റിലീസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.